ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് ക്ലയൻറ്റിന് ഒരു പ്ലോട്ടിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്തത് ഈ കോണ്ടോർ ആയിട്ടുള്ളൊരു പ്ലോട്ട് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻസ് മുന്നിൽ കണ്ടിട്ടായിരുന്നു ആ ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്ഡോറിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻഡോർ സ്പേസുകളാണ് നമുക്ക് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുക. Hi, I'm Tawfiq Aslam from One Dimension Architects. കാസബല്ല, ഇറ്റ്സ് എ ഡ്രീം ഹോം കോൺസെപ്റ്റ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഈ വീട് ഒരു മോഡേൺ ട്രോപ്പിക്കൽ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് മെയ്ഡ് ബൈ വൺ ഡൈമെൻഷൻ. കം ലെറ്റ്സ് സീ വാട്ട് ദേ ഹാവ് മാജിക്കലി മെയ്ഡ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറായിട്ട് വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി വുഡിലാണ് വരുന്നത്. അത് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ഡോർസും വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇന്നാകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോമൽ ലിവിങ് സ്പേസ് ആണ് വരുന്നത്. വളരെ ഫോമൽ ആയിട്ടുള്ള മീറ്റിംഗ്സിനും കാര്യത്തിനൊക്കെ വരുന്ന ഒരു സ്പേസ് ആണിത്. അതുപോലെ തന്നെ നമുക്ക് ലിവിങ് ഏരിയൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ഒന്ന് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് ചെറിയൊരു ടെറസ് ഗാർഡൻ ആണ് വരുന്നത്. ഈ വീട്ടിൽ തന്നെ പ്രകൃതിയോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന ഒരു സ്പേസ് ആണിത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി റിലാക്സിങ് ഹിയർ. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവർ ഈ സെറ്റ് ചെയ്തിട്ടുള്ള ഈ വാഷിംഗ് ഏരിയ ആണ്. ആൻഡ് അവരത് ഡെക്കറേഷൻ ചെയ്ത രീതിയും ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നമുക്ക് ഈ വാഷിംഗ് ഏരിയൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഡൈനിങ് ടേബിൾ വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ മുന്നിലാണ് നമുക്കൊരു ബാൽക്കണി ഉള്ളത്. പിന്നെ നമ്മൾ കിച്ചണിലോട്ട് കയറി നോക്കിയാൽ അറിയാം, ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ കബേർഡ്സ് എല്ലാം നോക്കിയാൽ അറിയാം, എല്ലാം ഹൈ ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള വിൻഡോ ആണെങ്കിലും ഇവർ സ്ലൈഡിങ് വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. അതായത് പുറത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ ആരാ വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. ഇത് കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ചാണ് അവർ ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മെയിൻ കിച്ചണിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അതേപോലെ കിച്ചണിൻ്റെ ഈ ഒരു കുക്കിംഗ് ഏരിയ നോക്കുകയാണെങ്കിൽ അവർ ഇതേപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കുകയാണെങ്കിൽ ഇവർ കിച്ചണിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പുറത്തോട്ടാണെങ്കിൽ ഒരു ഫ്രീ ബാൽക്കണിയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടം തൊട്ട് നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇവിടെയുള്ള കർട്ടൻസിൻ്റെ തീമാണെങ്കിൽ പോലും ക്ലൈൻറ്റ് പ്രിഫറൻസിലാണ് ഇവർ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ആയിട്ട് ബാൽക്കണിയും ഉണ്ട്. പിന്നെ ഈ മാസ്റ്റർ റൂമിൻ്റെ അടുത്തായിട്ട് ഒരു ഫാമിലി ലിവിംഗ് റൂമാണ് ഉള്ളത്. അതേപോലെ തന്നെ നേരെ നോക്കുകയാണെങ്കിൽ ഒരു വാട്ടർ ബോഡിയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റൂമിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ കബേർഡ് ആണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും നല്ലോണം ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് ഇവിടുത്തെ സ്റ്റെയർസ്. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് വുഡ് കൊണ്ടാണ്. ഇവിടുത്തെ സ്റ്റെയർസ് മാത്രമല്ല, സീലിംഗ് ആണെങ്കിലും മിക്ക സ്പേസും ഇവർ ചെയ്തിട്ടുള്ളത് വുഡ് വെച്ചിട്ടാണ്.
ഇവർ ഈ റൂമുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് വുഡൻ ടൈൽസ് ആണ്. പക്ഷെ പുറത്തുള്ള സ്പേസിലെല്ലാം ഇവർ ലൈം സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ലൈം സ്റ്റോൺസ് നാച്ചുറൽ സെഡിമെന്ററി റോക്ക് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമുക്ക് ബേസ്മെന്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് കോർട്ട്യാർഡിനെ അതേപോലെ ബെഡ്റൂമിനെയും കണക്ട് ചെയ്തിട്ട് ഒരു പാഷ്യോ വരുന്നുണ്ട്. പിന്നെ ഇവരിവിടെ കാർ പോർച്ച് എന്ന ബേസ്മെന്റിലോട്ട് ഡയറക്റ്റ് ആക്സസും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വരുമ്പോൾ ലാൻഡിങ്ങിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കോമൺ സ്പേസസ് എല്ലാം കാണാൻ പറ്റും. പിന്നെ നേരെ തന്നെ നമുക്കൊരു ഫാമിലി ലിവിംഗ് റൂമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. പിന്നെ നമുക്ക് ലിവിംഗ് റൂമിൽ നിന്ന് ഓപ്പൺ ടെറസിലോട്ട് ഒരു ആക്സസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നത് തന്നെ ഏകദേശം 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 1 ഇയർ കഴിഞ്ഞിട്ട് ക്ലയൻറ്റിൻ്റെ റിവ്യൂ എന്താണെന്നുള്ളത് നമുക്കൊരു സോളിഡായിട്ടൊരു സാധനം വേണമായിരുന്നു. അതായത് നമുക്ക് വേണ്ടത് നാച്ചുറൽ ലൈറ്റ്, ഒരു ഓപ്പൺനെസ്, അതുപോലെ വീടിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീട്, ബെഡ്റൂംസ്, ബാൽക്കണി, ഇതെല്ലാമായിരുന്നു ഞങ്ങളുടെ മേജർ കൺസേൺസ്. ഇതെല്ലാം ഒരു 2-3 മീറ്റിംഗ്സിൻ്റെ ഇടയിൽ തന്നെ തൗഫീഖിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റി. ഒരു ഫസ്റ്റ് 3D വീഡിയോ കണ്ടപ്പോൾ ഇവൻ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണിച്ചു കൊടുത്തു ഡിസ്കഷൻ എന്ന രീതിയിൽ. അപ്പോൾ അവരൊക്കെ ചോദിച്ചു, ഓക്കെ ഇതുപോലെ വീടാണെങ്കിൽ ഓക്കെ രസം ഉണ്ടാവും, പക്ഷെ ഇതുപോലെ ആവണം. പക്ഷേ വൺസ് റെഡി ആയപ്പോൾ വീഡിയോസ് കണ്ട് റിലേറ്റീവ്സിനൊക്കെ അത് സെയിം പോലെ അയക്കുന്നല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ചലഞ്ചസ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഏറ്റെടുക്കാൻ ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു നമുക്ക്. കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലയൻറ്റ് പറയുന്നതിനേക്കാൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ക്ലയൻറ്റിന് മുന്നോട്ട് വെക്കാനുണ്ടാവും. അപ്പോൾ കൂടുതൽ ചലഞ്ചസ് ആയിട്ടുള്ള പ്രൊജക്ട്സുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മൾ അത്രയും ക്രേസ്ഡ് ആണ്, നമ്മൾ അത്രയും വില്ലിംഗ് ആണ്, കോൺഫിഡൻ്റ് ആണ്. Overall, I really like the house. Most of my friends from everywhere, they're like, oh, we have to definitely visit your house. It's a really nice place, very scenic, and it's just very comforting because I'm from like a flat area, so it's very hard to get used to a big place like this. But in a matter of 1 to 2 months, I already got used to this place. So yeah, this is definitely my dream house in a way. ആളുകൾ വീട് കാണാൻ വേണ്ടിയിട്ടും ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ആൾക്കാർ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് വെറുതെ എൻക്വയറി അല്ലെങ്കിൽ ജസ്റ്റ് വിളിച്ചിട്ട് നമ്മളോട് പറയാറുണ്ട്, ഇങ്ങനെ നിങ്ങൾ ചെയ്തത് നല്ല ഭംഗിയായിട്ടുണ്ടെന്നുള്ളത് നമ്മളോട് പറയാറുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻ്റ് ആണ്. Like the downstairs room, because it's just really large, and like the outside patio is like a really good touch to it. If you put like a swing and like when it's raining you'll take some coffee, it'll be really like homey. അപ്പോൾ 1 ഡയമെൻഷൻ 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ്. അപ്പോൾ വിദേശത്തായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ നമ്മൾ ഏത് ചലഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആണ്. അപ്പോൾ കൂടുതൽ ചലഞ്ചസ് ഇനിയും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ വി ആർ കോൺഫിഡൻറ്റ് ടു ഡു ദ ചലഞ്ചസ്. കെസബെല്ല ഈ ബ്യൂട്ടിഫുൾ ഹൗസ് 1 ഏക്കറിൽ 3400 സ്ക്വയർ ഫീറ്റിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 1 CR. ഇതേപോലെ നിങ്ങളുടെ ഡ്രീം ഹൗസും മാജിക്കലി ക്രിയേറ്റ് ചെയ്യാൻ 1 ഡയമെൻഷൻ ഈസ് ഹിയർ.